കൊടകര കുഴൽപ്പണ കേസിൽ ഇഡി കുറ്റപത്രത്തിനെതിരെ പോലീസിന്റെ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട്. പരാതിക്കാരൻ തിരൂർ സതീഷിന്റെ പുതിയ മൊഴിയിൽ കഴമ്പുണ്ട്. 6 കോടി രൂപയുടെ കള്ളപ്പണം BJP ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇത് കേന്ദ്ര ഏജൻസികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷിക്കണമെന്നും ഇരിങ്ങാലക്കുട കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ തിരൂർ സതീഷ് BJP നേതാക്കൾക്കെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, ഇഡി നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പോലീസിന്റെ തലയിലിടുകയായിരുന്നു, കൃത്യമായ തെളിവുകൾ നൽകിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അതിനെതിരെ സംസാരിക്കുകയാണല്ലോ പോലീസ്. ഈ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്? വിവരങ്ങൾ എങ്ങനെ? അഖിലിലേക്ക് വളരെ വേഗത്തിലെത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. കൊടകര കുഴൽപ്പണ കേസിൽ ഇഡി കുറ്റപത്രത്തിനെതിരെ പോലീസിന്റെ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. പരാതിക്കാരൻ തിരൂർ സതീഷിന്റെ പുതിയ മൊഴിയിൽ കഴമ്പുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ 6 കോടി രൂപയുടെ കള്ളപ്പണം BJP ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് കേന്ദ്ര ഏജൻസികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷിക്കണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇരിങ്ങാലക്കുട കോടതിയിലാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, 6 കോടി രൂപയുടെ കള്ളപ്പണം BJP ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്ന് ഈ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എങ്ങനെ? അമൃത, ഈ 6 കോടി രൂപയിലധികം വരുന്ന കള്ളപ്പണം BJP ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ, അതായത് തിരൂർ സതീഷിന്റെ മൊഴി, ആ മൊഴിയിൽ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈ അന്വേഷിക്കുന്നതിൽ പോലീസിന് പരിമിതിയുണ്ട്. ആദ്യം അന്വേഷണം നടത്തിയപ്പോഴും പോലീസ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ഈ കള്ളപ്പണവും അതുമായി മറ്റ്, അതായത് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോലും ഇതിന്റെ കണ്ണികൾ നീളുന്നതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കുന്നതിന് പോലീസിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളും ഇലക്ഷൻ കമ്മീഷനും, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന കള്ളപ്പണമായതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനും അന്വേഷണം നടത്തണം എന്നൊരു കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഈ വിഷയത്തിൽ കൃത്യമായ നടപടിയൊന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ തിരൂർ സതീഷ് ഒരു അന്യായം, സ്വകാര്യ അന്യായവും കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതായത് ഈ പോലീസിൽ താൻ നൽകിയ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങളിൽ ആ വിഷയങ്ങളിൽ ഒരു തുടർ നടപടി ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്വകാര്യ അന്യായം തിരൂർ സതീഷ് നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് പോലീസിന് ഈ വിഷയത്തിൽ അന്വേഷിക്കുന്ന പരിമിതികളുണ്ട്. ഇത് ED അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു കോടതി ഇടപെടലിലൂടെ ഇതിൽ തുടർ അന്വേഷണം, അല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതി നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് തിരൂർ സതീഷിന്റെ ഭാഗത്തും ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്റെ പക്കൽ ഈ കള്ളപ്പണം, അതായത് BJP ഓഫീസിലേക്ക് ഈ കള്ളപ്പണം കൊണ്ടുവന്നതിന്റെ കൃത്യമായ തെളിവുകളെല്ലാം തന്റെ കൈവശമുണ്ട്. ആ തെളിവുകൾ എന്തെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നെങ്കിലും കൃത്യമായി അത് കോടതിക്ക് മുൻപിൽ ഹാജരാക്കും എന്നുള്ള കാര്യമാണ് തിരൂർ സതീഷ് പറയുന്നത്. എന്തായാലും ഈ EDയുടെ അന്വേഷണം യഥാർത്ഥമല്ലാതെ BJP ഓഫീസിൽ നിന്നും എഴുതി തയ്യാറാക്കിയ ഒരു കാര്യമാണ് എന്നുള്ള ഒരു പരിഹാസം കൂടി തിരൂർ സതീഷ് പറയുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ രണ്ടാം ഘട്ട അന്വേഷണവും അവസാനിപ്പിച്ച് അതിലൊരു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിലൊരു അന്തിമ തീരുമാനം ഇനി എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനൊരു മുന്നോട്ടുള്ള മറ്റു നടപടികളിലേക്ക് പോകേണ്ടത് സ്വാഭാവികമായും കോടതിയാണ്. കോടതിയുടെ തീരുമാനങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്നാണ് ഇനി ഈ കേസിന് ഈ മറ്റിതിന്റെ തുടർ നടപടികളിലേക്ക് ഏറെ നിർണായകമാവുക. അമൃത. ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.